ബംഗാളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുത്ത 9ാമത് അന്താരാഷ്ട്ര സന്താൾ സമ്മേളനത്തിൽ നിന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി വിട്ടുനിന്നതിൽ വിശദീകരണം തേടി കേന്ദ്രം. ബംഗാൾ ചീഫ് സെക്രട്ടറിയോടാണ് വിശദീകരണം തേടിയത്. വൈകിട്ട് 5 മണിക്ക് മുമ്പ് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സന്താൾ സമ്മേളനത്തിൽ നിന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജിയും മന്ത്രിമാരും വിട്ടുനിന്നത് വിവാദത്തിനിടയാക്കിയിരുന്നു. മമതാ ബാനർജിക്കെതിരെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും രംഗത്ത് വന്നിരുന്നു. താനും ബംഗാളിന്റെ മകളാണെന്നും മമതാ ബാനർജിക്ക് തന്നോട് എന്തിനാണ് ദേഷ്യമെന്നും രാഷ്ട്രപതി പ്രതികരിച്ചിരുന്നു. മമത രാഷ്ട്രപതിയെയും സന്താൾ സമുദായത്തെയും അപമാനിച്ചു എന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. പ്രോട്ടോകോൾ പ്രകാരം രാഷ്ട്രപതിയെ സ്വീകരിക്കേണ്ട മുഖ്യമന്ത്രിക്ക് പകരം എത്തിയത് മേയറായിരുന്നു. അതേസമയം BJPയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി രാഷ്ട്രീയം കളിക്കരുത് എന്നതായിരുന്നു മമതാ ബാനർജിയുടെ പ്രതികരണം. വടക്കൻ ബംഗാളിലെ സിലിഗുരിക്ക് അടുത്തുള്ള ഫാൻസി ദേവയിൽ നടത്താനിരുന്ന പരിപാടി സുരക്ഷാ കാരണങ്ങളാൽ ബിധാൻ നഗർ മാഷ്ഹി താനിയിലെ ഉട്ടേറാൻ ടൗൺഷിപ്പിന് സമീപത്തേക്ക് മാറ്റിയതാണ് വിട്ടുനിൽക്കാൻ കാരണമെന്നതാണ് മമതയുടെ വാദം. ബംഗാളിൽ നടന്ന ചടങ്ങിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുത്ത സമ്മേളനത്തിൽ നിന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി വിട്ടുനിന്നത്. ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ കേന്ദ്രം വിശദീകരണം തേടിയിരിക്കുന്നത്. 9ാമത് അന്താരാഷ്ട്ര സന്താൾ സമ്മേളനത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി വിട്ടുനിന്നത്. ഈ ഒരു പ്രോട്ടോകോൾ പ്രകാരം രാഷ്ട്രപതിയെ സ്വീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്, എന്നാൽ അവിടെ എത്തിയത് മേയറാണ് എന്നതാണ് പ്രത്യേകമായും ഈ ഒരു അതൃപ്തിക്ക് പ്രധാനമായ ഒരു കാരണം എന്ന് പറയുന്നത്. ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ കേന്ദ്രം റിപ്പോർട്ട് വിശദീകരണം തേടിയിരിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് മുമ്പ് ഈ ഒരു റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സന്താൾ സമ്മേളനത്തിൽ നിന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജിയും മന്ത്രിമാരും വിട്ടുനിന്നത് വിവാദത്തിന് ഇടയാക്കിയിരുന്നു. മമതാ ബാനർജിക്കെതിരെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായി. താനും ബംഗാളിന്റെ മകളാണെന്നും മമതാ ബാനർജിക്ക് തന്നോട് എന്തിനാണ് ദേഷ്യമെന്നും രാഷ്ട്രപതി പ്രതികരിച്ചിരുന്നു. അതുപോലെ തന്നെ മമത രാഷ്ട്രപതിയെയും സന്താൾ സമുദായത്തെയും അപമാനിച്ചു എന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം.